ഹായ്, നമുക്കിന്ന് വീട്ടിൽ തന്നെ ടേസ്റ്റായിട്ട് പൊറോട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് നമുക്ക് ആദ്യം മാവ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 2 കിലോ മാവ് എടുത്തിട്ടുണ്ട്, മൈദ മാവ്. അതിലേക്ക് 1 ടീസ്പൂൺ സോഡാപ്പൊടി, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച ശേഷം 2 മുട്ട ഇതിനാവശ്യമുണ്ട്. 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഞാൻ ഈ പൊറോട്ട മാവിലേക്ക് പാലാണ് എടുത്തിരിക്കുന്നത്. 3/4 ലിറ്റർ പാൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ച് ചെറു ചൂടോടുകൂടി നമുക്കിതിലൊഴിച്ച് മിക്സ് ചെയ്ത് വെക്കാം. പാലൊഴിച്ച് വെക്കുന്നത് നല്ല സോഫ്റ്റും ടേസ്റ്റിനും വേണ്ടിയിട്ടാണ്. അത് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുഴച്ചുരുട്ടിയെടുക്കാം. കുഴച്ച് റെഡിയായി വരുന്ന സമയം നമ്മുടെ കയ്യിൽ നിന്ന് മാവ് വിട്ട് വരാൻ വേണ്ടി കുറച്ച് ഓയിൽ ഒഴിച്ച് കുഴച്ച് മിക്സ് ചെയ്ത് വെക്കാം. ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുന്ന മാവിൽ ഒരു ബോൾ രൂപത്തിലാക്കി കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് ഇത് 2 മണിക്കൂർ നമുക്ക് അടച്ചു വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഈ മാവെടുത്ത് ചെറിയ ചെറിയ ബോളായിട്ട് നമുക്കിതുപോലെ ബോൾ പിടിച്ചെടുക്കാം. ബോൾ പിടിക്കുന്ന സമയം കുറച്ച് ഓയിൽ കയ്യെ തൂത്ത് ബോൾ പിടിക്കുവാണെങ്കിൽ ബോളുകൾ തമ്മിൽ ഒട്ടാതെ നമുക്ക് നല്ല മയമായിട്ട് തന്നെ കിട്ടും. നമുക്കിപ്പോൾ അരമണിക്കൂറും ബോൾ വെച്ചതിന് ശേഷം എടുത്ത് നോക്കുമ്പോൾ ഒരു ബോളിൻ്റെ കൂടെ ഒരു ബോൾ ഒട്ടാതെ കിട്ടും. പിന്നെ ഓരോ ബോൾ എടുത്ത് ഇതുപോലെ ചപ്പാത്തിക്ക് നമ്മൾ പരത്തുന്നത് പോലെ പരത്തി ഇതുപോലെ അടിച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ അടിച്ചെടുക്കാം, അല്ലെങ്കിൽ നല്ലതുപോലെ നൈസാ പരത്തി റോള് പോലെ ചുറ്റി തുള്ളി ഓയിൽ തൂത്ത് നമുക്ക് വെക്കാം. കുറച്ച് പൊറോട്ടകൾ ഇതുപോലെ തന്നെ അടിച്ച് പരത്തിയെടുത്ത് ചുറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ദോശക്കല്ലെ പരത്തിയിട്ട് ഗോൾഡൻ മെറൂൺ കളറായി വരുന്ന സമയം എടുത്ത് മാറ്റി നല്ലതുപോലെ അടിച്ച് സോഫ്റ്റാക്കി എടുക്കാം. അതിനുശേഷം നമ്മുടെ പൊറോട്ട റെഡിയായി. നമുക്ക് ഇനി കറിയും കൂട്ടി എന്ത് കറിയാണെങ്കിലും നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം. ചിക്കൻ കറിയോ ബീഫ് ഒലത്തിയതായാലും ബീഫ് കറിയാണേലും എന്തിൻ്റെ കൂടെയും ഇല്ല, ഇനി നമുക്ക് പൊറോട്ട തന്നെ വേണേലും കഴിക്കാം. അത്രയും നല്ല ടേസ്റ്റ് പൊറോട്ടയാണ്.